ഇന്ന് നമുക്കൊരു ഹെൽത്തി ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. അങ്ങനെ നമ്മുടെ ടാർഗറ്റ് ആയ 5000 സ്റ്റെപ്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, അത് ഹെൽത്തി ആയിട്ട്. ഉള്ളിയും മുളകും കറിവേപ്പിലയും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. റാഗി പൗഡർ ഇടാൻ പോവാണേ. നമ്മുടെ ഫിറ്റ് റേറ്റ് കപ്പിൾ പറഞ്ഞതുപോലെ നമ്മുടെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റാഗി ദോശയും പ്രോട്ടീനിന് കുറച്ച് എഗ് വൈറ്റ്സും ബാക്കി സംഗതികളും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടായി ഞാൻ എന്താണ് ഇത്രയും നാള് സമയത്ത് പോലും ആഹാരം കഴിക്കാതെ എന്തൊക്കെയോ കഴിച്ച് കറങ്ങി നടക്കുന്നത്, ഞാൻ എന്താണ് ഇങ്ങനെയൊക്കെ കഴിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ഫുഡിന്റെ കാര്യത്തിൽ മറ്റൊരാൾക്ക് ഒരു കൺട്രോൾ കൊടുത്തു. അപ്പൊ ആ കൺട്രോൾ കൊടുത്ത വേറെ ആരുമല്ല, ഫിറ്റ് റേറ്റ് കപ്പിൾ. ബിക്കോസ് നിങ്ങൾക്കറിയാം ഞാൻ കുറച്ച് അധികം വണ്ണമൊന്നുമില്ല, പക്ഷെ എന്റെ ഹാബിറ്റ്സ് എന്ന് പറയുന്നത് ഫുഡ് ഹാബിറ്റ്സും എന്റെ ഡെയിലി റുട്ടീൻസ് ഒക്കെ ഭയങ്കര മോശമായിരുന്നു. രാവിലെ എപ്പോഴെങ്കിലും എണീക്കുക, ഒന്നും കഴിക്കാതിരിക്കുക, ഉച്ചയ്ക്ക് എന്തെങ്കിലും ചോറൊക്കെ ഇങ്ങനെ, കാരണം രാവിലെ തൊട്ടുള്ള വിശപ്പുണ്ടല്ലോ, അത് ചോറൊക്കെ ഒത്തിരി കഴിക്കുക, അത്രയും ചിലപ്പം എന്തെങ്കിലുമൊക്കെ ഹെവി ആയിട്ട് കഴിച്ചിട്ട് അപ്പം തന്നെ കിടക്കുക, ലേറ്റ് നൈറ്റിൽ ഉറങ്ങുക, അങ്ങനെ വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു റുട്ടീൻ ആയിരുന്നു എനിക്ക്. അതിൻ്റെതായ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ എനിക്ക് വന്നിട്ടുണ്ട്. ഈവൻ എന്റെ ഈ കൊച്ചു ശരീരത്തിൽ കൊളസ്ട്രോൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മളിങ്ങനെ പുറത്ത് കഴിക്കുന്ന സംഭവങ്ങൾ മാത്രമല്ല, ഉള്ളിലേക്ക് നമ്മൾ നല്ല രീതിയിൽ ഫുഡൊക്കെ കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പൊ എന്റെ കേസിലാണെങ്കിൽ എനിക്ക് വെയിറ്റ് ലോസ് ഇല്ല, ഞാൻ ആകെ 50 കിലോ 49 അങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ എനിക്ക് ഒത്തിരി ഭയങ്കരമായിട്ട് അൺഹെൽത്തി ആയിട്ട് ഫീൽ ചെയ്യും. നമ്മൾ ഉറക്കവും ഫുഡും ഒക്കെ ഒരുമാതിരി ആയപ്പോഴത്തേക്ക് ഫിറ്റ് റേറ്റ് കപ്പിൾസിന്റെ ഞാൻ ഒരു ഹെൽപ്പ് ചോദിച്ചിരിക്കുകയാണ്. അപ്പൊ അവരെനിക്ക് സജസ്റ്റ് ചെയ്ത ഒരു സംഭവമാണ് ബോഡി ടോണിംഗ് എന്ന് പറയുന്ന അവരുടെ പ്രോഗ്രാം. സോ ഞാനിപ്പം ബോഡി ടോണിങ്ങിലാണ്. ഇന്ന് 12ാമത്തെ ദിവസം. സാധാരണ നിങ്ങൾ എന്റെ ഡേ ഇൻ മൈ ലൈഫ് കാണുമ്പോൾ അറിയാലോ, ഒരു ഭയങ്കര ഓട്ടം ബഹളമായിരിക്കും. പക്ഷെ എനിക്ക് ശരിക്കും ഇവരുടെ കൂടെയുള്ള ഈ 12 ദിവസം ഉണ്ടല്ലോ, നമ്മള് ഇപ്പൊ ഞാൻ ഈ കഴിക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ഫോട്ടോ അയച്ചു കൊടുത്തു. അപ്പം ഒരു ഓക്കെ കിട്ടിയത് കൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഇത് കഴിക്കാൻ എടുത്ത് വെച്ചേക്കണം. അപ്പൊ അങ്ങനെ ഒരു ചേഞ്ച് 12 ദിവസം ആയപ്പോ തന്നെ എനിക്ക് ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യുന്നത്. സൈക്ലിംഗ് കൊണ്ട് കഴിഞ്ഞ് വന്നതുകൊണ്ടേ ഭയങ്കര വിശപ്പ് ഫിനിഷ് ചെയ്യട്ടെ. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ചു നേരം പഠിക്കാനുണ്ട്. ആക്ച്വലി ഞാനിപ്പം PG ചെയ്യുന്നുണ്ട്. ഞാൻ PG ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് D.Ed, പിന്നെ B.Ed, പിന്നെ ജോലി, പിന്നെ ഇപ്പൊ ഞാൻ PG ചെയ്യുന്നുണ്ട്. ഡിസ്റ്റൻസ് ആണ്, MA ഇൻ എഡ്യൂക്കേഷൻ. അപ്പൊ അതിന്റെ അസൈൻമെന്റും കാര്യങ്ങളും ഒക്കെ വെക്കണം. ഞാൻ മാർച്ച് 31 വെക്കണം എന്ന് വിചാരിച്ചാണ്, പക്ഷെ വെച്ചില്ല. ഞാൻ വിചാരിച്ചു ഇനി അടുത്ത വർഷം വെക്കാന്ന്, പക്ഷെ അവര് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നു. അപ്പം ഇപ്പൊ നമുക്കത് വെക്കാനുള്ള ഒരു ഇതുണ്ട്. ഞാനിങ്ങനെ അതൊക്കെ സെർച്ച് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പുതിയതായിട്ട് തുടങ്ങിയൊരു ഹാബിറ്റ് ആണ് ഇത്. എപ്പൊ ഞാൻ ഈ ബോട്ടിൽ വെള്ളം ഫില്ല് ചെയ്താൽ ഇവിടെ മാർക്ക് ചെയ്ത് വെക്കും. ഇത് എനിക്ക് ഫിറ്റ് റേറ്റ് കപ്പിൾ തന്നെ റെക്കമെൻഡ് ചെയ്ത കേട്ടോ. എന്നോട് പറഞ്ഞിരിക്കുന്ന ഡെയിലി ഒരു 3 ലിറ്റർ വെള്ളം, അതായത് ഈ ബോട്ടിൽ 3 കുപ്പി ഫില്ല് ചെയ്ത് നമ്മൾ കുടിക്കണം എന്നാണ്. ചില ദിവസമൊക്കെ ഞാൻ ട്രാവൽ ചെയ്യുന്ന ദിവസം വീടിന്റെ പുറത്തിറങ്ങുന്ന ദിവസങ്ങളിൽ എനിക്കത് പറ്റുന്നില്ല. 4-ാം തീയതിയും 8-ാം തീയതിയും ഒന്നും ഞാൻ 2 ബോട്ടിലേ കുടിച്ചിട്ടുള്ളൂ. ഇങ്ങനെ ഒരു സാധനം നിങ്ങളും ചെയ്യുകയാണെങ്കിൽ ഡെയിലി നമുക്ക് നമ്മളെ തന്നെ ചീറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അസസ് ചെയ്യാൻ പറ്റും. ഈ ചൂട് കാലത്ത് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്ത് എല്ലാവരും ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുന്നത് നല്ലൊരു നിഗമനമായിരിക്കും. അതുപോലെ വേറൊരു പരിപാടി ഇവർ ചെയ്തതെന്ന് എന്താണെന്ന് അറിയോ? ഇവരെനിക്ക് ഒരുപാട് നമ്മുടെ സമ്മർ ഡ്രിങ്ക്സിന്റെ ഒക്കെ റെസിപ്പീസും തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് കണ്ടോ, ഇത്ര നല്ല രസമായിട്ടുള്ള നല്ല ടേസ്റ്റിയാണ്. അപ്പൊ നമുക്ക് വെറുതെ ഇരിക്കുമ്പോ ഇതുമൊക്കെ കുടിച്ച് ഇങ്ങനെ രസിച്ചിരിക്കാം. നല്ല വരുമാന ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുത്തോണ്ടിരിക്കായിരുന്നു. ഓടി വാ, നമുക്ക് വീഡിയോ എടുക്കണ്ടേ. ഞങ്ങളെങ്ങനെ എടുപിടിന്ന് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് അവർ ഓർമ്മിപ്പിച്ചത് മിഡ് മോർണിംഗ് ഫ്രൂട്ട് കഴിക്കാൻ. അപ്പം മിഡ് മോർണിംഗ് ഫ്രൂട്ട് കഴിക്കാനായിട്ട് ഞാൻ പറമ്പിലേക്ക് നടന്നു പോവുകയാണ്. നമ്മുടെ ഉദ്യാന പാലക ഇവിടെ എവിടെയുണ്ട്. അമ്മ 2-3 ദിവസമായിട്ട് പറയുന്നുണ്ടായിരുന്നു ഇവിടെ എന്തൊക്കെയോ പിടിച്ച് എന്നൊക്കെ. അപ്പൊ ഞാൻ മേടിച്ചു വെച്ച ഫ്രൂട്ട് തീർന്നിട്ട് പറമ്പിലേക്ക് ഇറങ്ങാന്ന് വിചാരിച്ച് നടക്കുകയാണ്. അമ്മയുടെ ഉദ്യാനത്തിൽ കഴിക്കാൻ വല്ലതുമുണ്ടോ? പേരക്കായും ചാമ്പയ്ക്കായും ഒക്കെ ഉണ്ട്. പേരക്കായും ചാമ്പയ്ക്കയും, മൈ ഗോഡ്, ചാമ്പയ്ക്ക. നമുക്ക് വെള്ള ചാമ്പയ്ക്ക ഉണ്ടായിരുന്നുള്ളൂ, വലിയ ചാമ്പയ്ക്ക. മരത്തിലെ ആദ്യത്തെ ഫ്രൂട്ടാണ് കേട്ടോ ഇത്. കുഞ്ഞു മാവിനകത്ത് മാങ്ങ പിടിച്ചത് പേരക്കയൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കുക. ഇതാണെന്ന് നമ്മൾ 11 മണിക്ക് കഴിക്കുന്ന ഫ്രൂട്ട്. നല്ല മണം. 3 ദിവസത്തേക്കുള്ള ഡയറ്റിനുള്ള ഫ്രൂട്ട്സ് ഒക്കെയാണ് നടന്നു പോകുന്നത്. നമ്മൾ എന്താ കഴിക്കാൻ പോണേ?
ഓട്സ് ഉപ്പുമാവ്. ഓട്സ് ഉപ്പുമാവാണ് ഉച്ചയ്ക്ക് കഴിക്കുന്നത്. അപ്പൊ അമ്മേ ഇതാ എങ്ങനെയുണ്ട് ഈ നമ്മുടെ ഹെൽത്തി ഡയറ്റിലെ റെസിപ്പീസും കാര്യങ്ങളൊക്കെ? എളുപ്പമാണ് അമ്മയ്ക്ക്? കാരണം ചോറിനൊക്കെ ഒരുപാട് കറിയൊന്നും ഉണ്ടാക്കണ്ടല്ലോ, എന്തെങ്കിലും ആക്കി തന്നപ്പോലെ. അപ്പം ഇങ്ങനത്തെ റെസിപ്പീസ് ഒന്നും ഇയാൾക്കും അറിയത്തില്ലായിരുന്നു, എനിക്കും അറിയത്തില്ലായിരുന്നു. അപ്പൊ ഇതൊക്കെ നമുക്ക് ഈ ഫിറ്റ്റേറ്റില് ജോയിൻ ചെയ്തപ്പോ തന്നെ അവര് കുറെ റെസിപ്പീസും കാര്യങ്ങളും എല്ലാം നമുക്ക് അയച്ചു തന്നു. ഇവർ ആക്ച്വലി ഉണ്ടല്ലോ എന്റെ മാട്രിമോണി ഇരുന്ന് തപ്പുകയാണ്. ഈ അമ്മയാണെങ്കിൽ ഉള്ള എല്ലാ മാട്രിമോണി സൈറ്റുകളിലും എന്നെ രജിസ്റ്റർ ചെയ്തിട്ടിട്ടുണ്ട് ചെറുക്കനെ തപ്പാൻ. എന്നിട്ട് ഇയാൾക്ക് തന്നെ ഇതൊന്നും നോക്കാൻ അത്ര അങ്ങോട്ട് പിടിയില്ലാത്തത് കൊണ്ട് കണ്ട മെയില് ചെക്ക് ചെയ്യാൻ ഇരുത്തിയ ചെറുക്കനാണ്. മെയിലൊക്കെ ഇരുത്തിയതാ ഇവനെ. പക്ഷെ ഇവൻ എന്താണ്ട് മാട്രിമോണി ആയിട്ട് ഇവിടെ വേണ്ട അത് കാണിക്കണ്ട. നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. സോ ഇതൊക്കെയാണ് നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുന്നത്. ഓക്കെ, നമുക്കിനി വൈകിട്ട് കാണാം. ഇവരെ ഒന്ന് ഇടിക്കാനുണ്ട്. അങ്ങനെ ഒരാൾ വേണ്ട വീണ്ടും എഡിറ്റിംഗിലേക്ക് കടന്നിരിക്കുകയാണ്. ഇത് നമ്മൾ പുതിയ മേടിച്ച Insta360 ആണ് കേട്ടോ. ഇതിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് എടുക്കാൻ പറ്റില്ല, എഡിറ്റിംഗ് ചെയ്തിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് ഇച്ചിരി പാടാണ്. എനിക്കൊരു കുഴപ്പമില്ല. അപ്പൊ ഇത് വളരെ നല്ലതാണ്. നമ്മൾ ഇതിന്റെ റിവ്യൂ ഉടനെ ഇടുന്നതായിരിക്കും അല്ലേടാ? റിവ്യൂ കുറച്ചുകൂടി ഒന്ന് പഠിച്ചിട്ട് റിവ്യൂ ഇടാം. ഓക്കെ, ഞാൻ പോവാണ് ഗൈസ്. ബൈ. അങ്ങനെ നമ്മുടെ ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈവനിങ് മീൽ, ഇവരെല്ലാം മീലെന്നാണ് കേട്ടോ പറയണേ. വൈകുന്നേരം ഒരു ചായ ഇല്ലാതെ എന്താ ആഘോഷം. പക്ഷെ ഈ ചായക്ക് ഒരു പ്രത്യേകതയുണ്ട്. ചായയിൽ പഞ്ചസാരയില്ല, പകരം ഇഞ്ചിയുണ്ട്. ജിഞ്ചർ ടീ ആണിത്. അത് കുടിക്കുക. അതിന്റെ കൂടെ തന്നെ വേണ്ടേ ആൽമണ്ട്സും ഡേറ്റ്സും. അപ്പൊ അതിനും ഒരു എണ്ണവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് പതുക്കെ ഇതൊക്കെ കഴിച്ച് ഇവിടെ കറങ്ങി തിരിഞ്ഞ് നിൽക്കാം. ഇത് കണ്ടോ, ഇതിന്റെ ഇടയിൽ കൂടെ നമുക്ക് ഇതെല്ലാം ഒന്ന് ഡീസന്റ് ആക്കണം. ഡീസന്റ് ആക്കിയതിന് ശേഷമാണ് നമുക്ക് വർക്കൗട്ട് ഉള്ളത്. അപ്പം ഇതൊന്ന് സെറ്റിൽ ആവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ടൈം ഞാൻ യൂട്ടിലൈസ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് വർക്കൗട്ടിന്റെ ടൈമാണ്. ഓരോ ദിവസവും നമുക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ വർക്കൗട്ട് ആണ് കേട്ടോ. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ലെവൽ 1 ആണോ 2 ആണോ 3 ആണോ എന്നൊക്കെ അയച്ചിട്ട് ഓരോ ദിവസവും നമ്മുടെ ട്രെയിനർ നമുക്ക് പ്രീ റെക്കോർഡഡ് ക്ലാസ്സുകൾ അയച്ചു തരും. അപ്പൊ അതിനകത്ത് തന്നെ ഓൾറെഡി എല്ലാം ഉണ്ട്, ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മുടെ ട്രെയിനർ ഓരോന്ന് റിമൈൻഡ് ചെയ്യും. ബാക്ക്ഗ്രൗണ്ടിൽ ഈ വീഡിയോ ഇങ്ങനെ പ്ലേ ചെയ്തിട്ടാൽ മതി. അപ്പൊ ഞാൻ വേഗം സ്റ്റാർട്ട് ചെയ്യട്ടെ. എനിക്ക് വർക്കൗട്ട് കഴിഞ്ഞിട്ട് ഷട്ടപ്പടയിൽ ഒരു സ്ഥലത്ത് പോകാനുണ്ട്. ഇങ്ങനെ ഞാനും അമ്മയും കൂടെ പെട്ടെന്ന് റെഡി ആയി. ഞങ്ങൾക്കൊരു ഹൗസ് വാമിംഗ് ഫംഗ്ഷൻ ഉണ്ട്. ഇനി അവിടെ പോണം. പുറത്ത് നല്ല മഴയൊക്കെ ഉണ്ട്. വാടാ കേറ്. ഡെസ്റ്റിനേഷനിലെത്തി. ഇതാണ് നമ്മുടെ ഹൗസ് വാമിങ്ങിന്റെ ഗിഫ്റ്റ്, ചെടിയും ചെടിച്ചട്ടിയും. ഇതാണ് നമ്മുടെ ഹൗസ് ഓണർ. ഓടിച്ചാടി വരികയാണ്. ഹലോ. പരിപാടി കഴിഞ്ഞ് ഷട്ടപ്പടയിൽ ഞാൻ വെജിറ്റബിൾസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഷട്ടപ്പടയിൽ ഒരു സാലഡ് ഉണ്ടാക്കി. ഇനി അതിൻ്റെ ഫോട്ടോ നമുക്ക് ഐഷയ്ക്ക് അയച്ചു കൊടുക്കണം. ഐഷ എൻ്റെ പേഴ്സണൽ ട്രെയിനർ. സോ ഐഷയ്ക്ക് അയച്ചു കൊടുത്ത് ഐഷ കൺഫേം ചെയ്തു. ഞാനത് കഴിക്കുന്നത്തെ പരിപാടികളെല്ലാം കഴിയും കേട്ടോ. ഇൻപുട്ടെല്ലാം തീരും. അങ്ങനെ സംഭവ ബഹുലമായ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ പൂർണ്ണമാവുകയാണ്. സാധാരണ എൻ്റെ ദിവസങ്ങൾ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു സമയബന്ധിതമല്ലാത്ത കുറെ കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ ചെയ്യുന്ന ഒരു രീതിയായിരുന്നു എനിക്ക്. പക്ഷെ ഇപ്പം ഞാൻ കുറച്ച് ചിട്ടയായ ജീവിതത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് എനിക്ക് തന്നെ തോന്നിയിട്ട് ഞാനിങ്ങനെ വളരെ അൺഹെൽത്തി ആയിട്ട് ഒരു ബന്ധമില്ലാത്ത കുറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എൻ്റെ ആരോഗ്യം വളരെയധികം ശോചനീയമായ അവസ്ഥയിലായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പരിപാടിയിൽ ഏർപ്പെട്ടത്. സോ എനിക്ക് കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നി. വണ്ണം കുറയ്ക്കാൻ വണ്ണം കൂട്ടാൻ അങ്ങനെയല്ല. നിങ്ങളൊരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഹെൽത്തി ആവാനായിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് നല്ലതായിരിക്കും. സോ ഇവര് അങ്ങനെ ഒരു നല്ലൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്ന ഫിറ്റ്രീറ്റ് കപ്പിൾ. അപ്പൊ ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ പേഴ്സണൽ ട്രെയിനറാണ് കേട്ടോ. പ്രത്യേകിച്ച് എന്നെപ്പോലെ ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരാളുടെ അടുത്ത് വളരെ പേഷ്യൻസ് ആയിട്ട് കഴിച്ചോ കുടിച്ചോ. ഈവൻ ചില സമയത്ത് ഞാൻ കഴിക്കും, കറക്റ്റ് സമയത്ത് കഴിക്കും, പക്ഷെ ഞാൻ ഫോട്ടോ എടുത്ത് അയക്കാനൊക്കെ മറന്നു. അപ്പം എന്നാലും വളരെ പീസ്ഫുൾ ആയിട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ എന്തെങ്കിലും വർക്കൗട്ടൊക്കെ കംപ്ലീറ്റ് ആക്കി എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ലൈറ്റ് കണ്ണിലൊക്കെ ലവൊക്കെ കത്തിച്ച് കാണിക്കും. അപ്പോൾ പുള്ളിക്കാരന് ഭയങ്കര നൈസാണ്. എനിക്ക് എപ്പം നമ്മളുടെ കൂടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉള്ള പോലെയാണ് എൻ്റെ പേഴ്സണൽ ട്രെയിനർ. എനിക്ക് എല്ലാം കൊണ്ടും വളരെ നല്ലൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇനിയും ഒരു 2 ആഴ്ചയും 2 ദിവസം കൂടിയാണ് എനിക്ക്
ഉള്ളത്. 28 ദിവസത്തെ ലെവൽ 2 പ്ലാനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ എന്തെങ്കിലും പരിപാടിയിൽ ഏർപ്പെടാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യുക. നമ്മളുടെ ഈ ഒരു ഏജിൽ നമ്മൾ ഈ ഉറക്കം ഇല്ലാതെയും കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാതെ ഇരുന്നാൽ ഒക്കെ ഉണ്ടാവുന്ന കുറച്ച് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഒക്കെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു. ഒന്നാമത്തേത് കൊളസ്ട്രോൾ. ഞാൻ ചുമ്മാ ഈ ഭയങ്കര ക്ഷീണം കാരണം പോയി ചെക്ക് ചെയ്തപ്പോഴാണ് ഹൈ കൊളസ്ട്രോൾ ആണെന്ന് പറഞ്ഞത് ഈ ശരീരത്ത്. പിന്നെ അസിഡിറ്റി, പിന്നെ ഉറക്കമില്ലായ്മ, പിന്നെ സ്ട്രെസ്, മൈഗ്രെയിൻ, ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ നമുക്ക് ഈ പ്രായത്തിൽ വരാൻ ചാൻസ് ഉണ്ട്. വയസ്സാകുമ്പോൾ മാത്രമല്ല ഷുഗറും പ്രഷറും ഒക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക. അഥവാ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഫിറ്റ് റേറ്റ് കപ്പിളിനെ പോലെ നല്ല ആൾക്കാരെ നിങ്ങൾ ചൂസ് ചെയ്ത് നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഹാബിറ്റ് മെച്ചപ്പെടുത്തിയിരിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ഗുഡ് നൈറ്റ്.